ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഇഡ്ഡലി തട്ടിൽ എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ക്ലീൻ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി ചെറിയ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഓവർ ബീറ്റ് ആകരുത്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഫ്ലോർ മിക്സ് കുറച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, അങ്ങനെ ഇട്ടാൽ അടിയിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. ഇനി മറ്റൊരു പാത്രം എടുത്ത് ബാറ്ററിന്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. നിങ്ങളുടെ അടുത്ത് ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കേണ്ടി വരും. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ഇവിടെ ബാറ്റർ ഒന്ന് തിക്കായി മാറും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമ്മൾ ഓയിൽ തേച്ച് വെച്ച ഇഡ്ഡലി തട്ടിലേക്ക് ബാറ്റർ ഇതുപോലെ കുറച്ചായി ചേർത്ത് കൊടുക്കണം. ആദ്യം ചോക്ലേറ്റ് മിക്സ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ വാനില മിക്സ്, അങ്ങനെ രീതിയിൽ വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ. അധികമായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് പൊങ്ങി വരുമ്പോൾ ഇത് പുറത്തേക്കൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ 2 തട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാനായി സ്റ്റോവിൽ വെച്ചിരുന്നു. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ച് വെച്ച തട്ട് ഇതിലേക്ക് ഇറക്കി മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാർബിൾ കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ.